ഇന്നലെ കുറേ സ്ഥലങ്ങളിൽ വ്യാജ ബോംബ് ഭീഷണി സന്ദേശങ്ങൾ എത്തിയിരുന്നു. ഇന്നിതാ ഇപ്പോൾ കരിപ്പൂർ വിമാനത്താവളത്തിലും സമാനമായ രീതിയിൽ ബോംബ് ഭീഷണി സന്ദേശം വന്നിരിക്കുകയാണ്. ഇമെയിൽ വഴിയാണ് ബോംബ് ഭീഷണി സന്ദേശം ലഭിച്ചത്. മെയിൽ ലഭിച്ച അല്ലെങ്കിൽ മെയിലിന്റെ ഉറവിടം തേടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇംതിയാസ് കരീം വിവരങ്ങളായിട്ട്. ഇംതിയാസ്, ഇപ്പോൾ ഇന്നലെ ക്ലിഫ് ഹൗസിലടക്കം ഇത്തരം ഭീഷണി വന്നു. അതിന്റെ ഉറവിടം കണ്ടെത്താൻ കഴിയാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് തമിഴിലെ പല ആളുകളെ പേരുകളൊക്കെ സൂചിപ്പിച്ചുകൊണ്ടുള്ള വായിച്ചാൽ കൗതുകം തോന്നുന്ന തരത്തിലുള്ള ഭീഷണി സന്ദേശമാണ് വരുന്നത്. ഇവിടുത്തെ സന്ദേശത്തിന്റെ ഒരു ഘടന എങ്ങനെയാണ്, എപ്പോൾ പൊട്ടുമെന്നാണ്, എന്താണ് വിവരം? ദിവിഷ്മണി, ആര്യ, കരിപ്പൂർ വിമാനത്താവളത്തിൽ മുൻപും സമാനത പോലെ തന്നെ ബോംബ് ഭീഷണികൾ നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. ഇത്തവണ കരിപ്പൂർ എയർപോർട്ട് അതോറിറ്റിയുടെ ഒഫീഷ്യൽ മെയിലിലേക്കാണ് കരിപ്പൂരിൽ ബോംബ് സാന്നിധ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഭീഷണി സന്ദേശം ഇന്ന് രാവിലെ വന്നത്. അത് ചെറിയൊരു മെയിലായിരുന്നു. അങ്ങനെ മെയിൽ കണ്ട ഉടനെ തന്നെ എയർപോർട്ട് അധികൃതർ പോലീസിന് വിവരം അറിയിച്ചു. പോലീസിന്റെയും കരിപ്പൂർ എയർപോർട്ടിലെ ഉദ്യോഗസ്ഥരുടെയും ഒക്കെ സാന്നിധ്യത്തിൽ വിശദമായ അന്വേഷണം നടത്തുകയും അങ്ങനെയൊരു ബോംബിന്റെ സാന്നിധ്യം അവിടെ ഇല്ല എന്ന് മനസ്സിലാവുകയും ചെയ്തു. ഒരു തരത്തിലും ഇന്നത്തെ യാത്രയെയോ മറ്റു കാര്യങ്ങളെയോ ഒന്നും ഒരു തരത്തിലും പ്രവർത്തനത്തെ ഇന്ന് ഇത് ബാധിച്ചിട്ടുമില്ല. പക്ഷേ ഈ മെയിലിന്റെ ഉറവിടം തേടിയുള്ള അന്വേഷണത്തിനാണ് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. വിശദമായ അന്വേഷണം അതിൽ നടത്തുകയും ചെയ്യും. നേരത്തെ കരിപ്പൂരിൽ സമാന രീതിയിൽ ബോംബ് ഭീഷണി വന്നിരുന്നത് വിമാനത്തിലടക്കം ബോംബ് വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഭീഷണി സന്ദേശം വന്നിട്ടുണ്ട്. സമാന കേന്ദ്രത്തിൽ നിന്ന് തന്നെയാണോ ബോംബ് ഭീഷണി ഉണ്ടായിരിക്കുന്നതെന്നടക്കം അന്വേഷിക്കുകയും ചെയ്യും. ആര്യ, ശരി, ഇംതിയാസാണ് വിവരങ്ങൾ നൽകിയത്.